ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിൽ ആദ്യത്തെ സ്കിറ്റുമായി എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ശ്യാം, രാജേഷ് ആൻഡ് ബിജു. ഹലോ, ബിനുവാണേ, ചൊക്കിളി ബിനു. ബിനുവാ. പിന്നെ 11:30-ക്കാണ് നൂല് കെട്ട്. അപ്പം നമുക്കൊരു 1 മണിയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കൊടുത്ത് തുടങ്ങണം. അപ്പം നേരത്തെ ഇങ്ങ് പോര്, ബ്ലോക്കൊക്കെ ഉള്ളതാ. അല്ല, ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച കേറ്ററിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മിടുക്കരാണെന്ന് നമുക്കറിയാം. അപ്പോൾ 1 മണിക്ക് നമുക്ക് തുടങ്ങണം എന്തായാലും. ഓക്കെ? ആ ശരി, നേരത്തെ പോര്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇരട്ട പേര് വിളിക്കുന്നത് കേട്ടാ. എടാ, ഈ നാട്ടുകാർ മൊത്തം നിന്നെ ചൊക്ലി എന്ന് വിളിച്ച് എന്റെ നാക്കിൽ ഇപ്പൊ അതേ വരുവുള്ളൂ. ഒന്ന് ക്ഷമിച്ചേര്. നീ എന്റെ പെങ്ങളല്ലേ, നിനക്ക് അങ്ങനെ വിളിക്കാൻ കൊള്ളാവോ? എന്ത് കഷ്ടപ്പെട്ട വരുന്നതെന്നറിയാമോ? മൂക്കടപ്പുണ്ടോ? എന്തോന്നു? അല്ല, മൂക്കിന്ന് കഷ്ടപ്പെട്ട വരുന്നു പറഞ്ഞു. എടാ, മൂക്കിന്ന് വരുന്ന കാര്യമല്ല. ഞാനിത് വീട്ടിൽ നിന്ന് എന്ത് കഷ്ടപ്പെട്ട വരുന്നതെന്ന് അറിയാവോ? എന്താന്ന് അളിയനെന്ത് ഞാനിങ്ങോട്ട് എടി, ഒന്നെങ്കിൽ നീ കര, അല്ലെങ്കിൽ നീ പറ. ഇവിടെ നല്ല ചടങ്ങുകളൊക്കെ. ഞാൻ എന്ത് കഷ്ടപ്പെട്ട എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്ന്. അന്റെ അളിയനെന്ത്? അളിയെ ആ നടേശ മുതലുള്ള മോനെ കൊണ്ട് നമ്മുടെ മാളൂനെ കല്യാണം കഴിപ്പിച്ചില്ലെന്നും പറഞ്ഞിട്ട് ഈ പഠിക്കാത്ത വരൂലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എടി, നടേശ മുതലാളിയുടെ മോനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിച്ചില്ലെന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ വരാതിരിക്കുന്നത്. എടാ, ആ സമയത്തല്ലേ നിന്റെ മോൻ വന്നിട്ട് എന്റെ മോളെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി കല്യാണം നടത്തിയത്. അതിന്റെ ദേഷ്യം അങ്ങേർക്ക് ഇപ്പോഴും കൊണ്ടാണ്. അതുകൊണ്ട് ഈ പഠിക്കാത്ത കാല് ചവിട്ടൂലെന്നുള്ള വാശിയിലല്ലേ അങ്ങേര്. ഇത് എന്തൊരു മനുഷ്യനടി അങ്ങനെ ഈ കാളയുടെ കൂടെ നടന്ന് അങ്ങനെ സ്വഭാവം മൊത്തം ഈ കാളയുടെ സ്വഭാവം പോയി കേട്ടോ. സത്യം പറയാം, നീ അകത്തോട്ടിയല്ലേ അവളെ ആ കൊച്ചിനെ കുളിപ്പിച്ചോണ്ടിരിക്കുക മാളു. ശരി, ഞാൻ എന്റെ കൊച്ചിനെയും മാളുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ലി. ഉഷേ, നിനക്കിന്ന് ഓണം. ഉഷേ, നിനക്കിന്ന് ഓണം. കാർത്തിപ്പള്ളി ചന്തയിൽ 4 പോത്തും 4 കാളയായിട്ട് വ്യാപാരം തുടങ്ങിയവനാണ് ഞാൻ. ആ എനിക്കിന്ന 40 കാളയുടെ വ്യാപാരമുണ്ട്. ഞാൻ നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. നീ ഇനി എന്നെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് ചൊക്ലി ബിനു. ഇൻസൾട്ടാണ് ചൊക്ലി ഈ ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ വെള്ളം മിക്സ് ചെയ്തങ്ങ് അടിക്കുവാണല്ലോ. വെള്ളം മിക്സ് ചെയ്ത് അടിക്കണല്ലേ, അകവാള് പറ്റിപ്പോ ഞാൻ അങ്ങനെ തിരുവടിക്കണല്ലേ. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. ഈ മൂക്കിന് താഴെ ഇരിക്കുന്ന എന്നാന്നറിയാം? വാളിയനല്ല, വാളിയാ. ഈ മൂക്കിന് താഴെ ഇരിക്കുന്ന മീശ ഞാനിവിടെ കേരളത്തിലെന്ന് പറഞ്ഞാൽ കേരളത്തില്ല. എനിക്ക് നിന്നോട് സംസാരിക്കണം. നീ മാറാളെ നല്ലൊരു ചടങ്ങ്. നീ മാറാ. എന്റെ അണ്ണൻ വന്ന് ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നിന്റെ പേര് ഉഷ എന്നാണ്, അല്ലാതെ ഇങ്ങനെ കിടന്ന് പറയാൻ ഉഷ ഫാനെന്നല്ല കേട്ടാ. കെട്ടിയതാര്? ഇങ്ങോട്ട് മാറി. കെട്ടിയതാര്? അയ്യോ, കെട്ടിയില്ല, നൂല് കെട്ടാൻ പോകുന്നേ ഉള്ളൂ. നിന്റെ മോടെ കൊച്ചിനെ നൂല് കെട്ടിയ കാര്യമല്ലേ ചോദിച്ചത്? നിന്റെ കഴുത്തെ കെട്ടിയിട്ടേക്കുന്നത് കല്ലുമ്മക്ക കറുത്ത ചരട കെട്ടിയിട്ടേക്കല്ല. ഞാൻ കെട്ടിയ താലിയാണ്. ആ താലി നിന്റെ കഴുത്തെ കെട്ടിയ ആരടി? ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ വരണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നെ ധിക്കരിച്ച് ഞാൻ ചന്തയിൽ പോയ സമയത്തിന് നീ എന്തിനു ഇവിടെ വന്നു? അല്ല അണ്ണ, നമ്മുടെ മോളെ കൊച്ചല്ലേ എത്രയൊക്കെ ആയാലും. അപ്പൊ അതിനെ കാണാൻ വേണ്ടിട്ട് മര്യാദയ്ക്ക് ആ നടേശൻ മോനാണ് മോനുമായിട്ട് ഒരു കണക്കിന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റാക്കി വെച്ചാണ്. അപ്പോഴാണ് ഈ ചോക്ലി ബിനുവിന്റെ മോൻ, നിന്റെ ആകാണ് മോൻ 10ാം ക്ലാസ് തോന്നി പെയിന്റിംഗ് വേണം ആ പട്ടി എന്റെ പെങ്കുച്ചിനെ അടിച്ചോണ്ട് വന്നത്. ഇനി ഇതിനകത്ത് ഞാൻ കയറത്തില്ല. ഞാൻ കോടീശ്വരനായിട്ട് ഞാൻ സ്വർണ്ണക്കടയിൽ ഞാനായിരുന്നു. എല്ലാം നശിപ്പിച്ചില്ലേ? ഒന്നുമില്ലെങ്കിലും നമുക്ക് 2 പേർക്കുണ്ടായ മോളുടെ കൊച്ചല്ലേ, അതുകൊണ്ട് നമുക്ക് കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് വരാം. എടാ, നീ പോയി കൊച്ചിനെ വന്നിട്ട്. ഒരു കൊച്ചിനെ കാണാനില്ല. 10 മിനിറ്റോളമായി നീ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. മര്യാദയ്ക്ക് വീട്ടിലോട്ട് പടി മര്യാദയ്ക്ക്. അത് ശരി. അപ്പൊ ഒരു 10 മിനിറ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും വീടങ്ങ് ഉറങ്ങിയല്ലേ? അത് കറക്റ്റ് കേസാ കേട്ടോ. നമ്മള് 10 മിനിറ്റ് വീട്ടിൽ നിന്ന് മാറി ഇന്നപ്പോ വീട് ഉറങ്ങി. അയലത്തുകാർ സുഖമായിട്ട് ഉറങ്ങുന്നു, നാട്ടുകാർ സുഖമായിട്ട് ഉറങ്ങുന്നു, ആ പഞ്ചായത്ത് മുഴുവൻ സുഖമായിട്ട് ഉറങ്ങുന്നു. അങ്ങനെ സംസാരിക്കരുത്. ഞാൻ ആ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമാ ഇത്തിരി ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായത്. അത് കറക്റ്റ് കാശ കേട്ടോ. കാരണം ഇവളെ കല്യാണം കഴിച്ചല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, തുണി ഇങ്ങനെ വീഴ്ചിട്ട് ഇങ്ങനെ കൈ കാണിച്ചപ്പോ എന്നോട് ഇറങ്ങി വന്ന. എന്നിട്ട്
പിറ്റേ ദിവസം രാവിലെ മുതൽ വെളുപ്പിനെ ഒരു 4-4:30 മണിയാകുമ്പോൾ ഇവള് എഴുന്നേക്കും. എഴുന്നേറ്റിട്ട് ഇവള് കുളിക്കും. എന്നിട്ട് ആ ഈറനുടുത്ത് നേരെ തുളസിത്തറ വന്നൊരു വിളക്ക് വെക്കും. അതാ ഐശ്വര്യമുള്ള പെണ്ണുങ്ങൾ അങ്ങനെ. അതിനുശേഷം ഒരു തുളസിക്കതിരി പറിച്ച് ഇവിടെ തലേ വെക്കും. അതെന്നെ പഠിപ്പിച്ച് വിട്ടതാ വീട്ടിൽ നിന്ന്. അതിനുശേഷം ഇവൾ അടുക്കള കയറത്തുള്ളൂ. വായു കയറണം വീട്ടിനകത്ത്. അതിനുശേഷം അടുക്കളയുടെ ജനലിൽ മലയ്ക്ക് അങ്ങ് തുറന്നു വിടും. എന്നിട്ട് അപ്പുറത്തെ ദാക്ഷായണി ചേച്ചിയെ വിളിക്കണം. അപ്പോ പെറ്റ തള്ള തയ്ക്കത്തില്ല. എടി ഒരു വർഷം നീ എന്നോട് പിണങ്ങിയിട്ട് ഒരാഴ്ച നിന്റെ ആങ്ങളെ വീട്ടിൽ വന്ന് നിന്ന്. ആ സമയത്ത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ റബ്ബർ വെട്ടാമ്മ രാജു ഇല്ലേ, ഒരാഴ്ചയാണ് അവൻ പണിക്കുമായിരുന്നത്. അയ്യോ അതെന്ത് നിന്റെ തെറിയല്ലായിരുന്നടി അവന്റെ അലാറം. അതുകൊണ്ട് അവൻ പണിക്കുമായിരിക്കും. പറയണ്ട, മര്യാദക്ക് ഇറങ്ങടി. കൊച്ചിനെ കണ്ട തള്ള കണ്ടിറങ്ങി. വയസ്സറിയിച്ച കാലം പോലെ ദുഃഖങ്ങളും കഷ്ടങ്ങളും മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു ഒറ്റ കേസ് കൊണ്ടാണ് ഞാൻ വയസ്സറിയിക്കാത്തത്. ഞാൻ എന്റെ പ്രായം ആരോടും പറയത്തില്ല. ദുഃഖവും കഷ്ടപ്പാട് വരും. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ ഇറങ്ങണം, എനിക്ക് കാണണ്ട. എനിക്ക് കൊച്ചിനെ ഒന്നും കാണാം. കൊച്ചിനെ ഒന്നും കൊണ്ടുവന്നൊന്നും പുന്നാരേ നോക്കണ്ട അന്ന കൊച്ചിനെ നോക്ക്. വേണ്ട. അങ്ങനെ കൊച്ചിനെ ചന്തയ്ക്ക് പിച്ച് കരയിപ്പിച്ചൊന്നും എന്നെ മനസ്സുമാക്കട്ടെ നോക്കണ്ട. ഞാൻ അങ്ങനെ മനസ്സ് മാറത്തില്ല. എനിക്ക് കാണണ്ട. ഞാൻ കരയിച്ചിട്ടൊന്നുമില്ല. എനിക്ക് കാണണ്ട. അണ്ണാ ഇങ്ങ നോക്ക്. അണ്ണന്റെ അതേ കണ്ണ്. അയ്യോ അണ്ണന്റെ അതേ മൂക്ക്. അയ്യോ അണ്ണന്റെ അതേ ചിരിയല്ല. അണ്ണന്റെ അതേ മുഖം. ചുമ്മാ പറയണേ തന്നെണ്ണ. കേട്ടോ, അവന് നരച്ച മീശയില്ലല്ലോ. എത്രയൊക്കെ ആയാലും നമ്മുടെ വീട്ടിൽ ജനിക്കേണ്ട കൊച്ചല്ലായിരുന്ന. അണ്ണ ഒന്ന് നോക്ക്. അപ്പൊ ആഗ്രഹമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എപ്പോ അമ്പലത്തിൽ പോയി? ചന്ദന ഇരിക്കണല്ലോ കൈ. അങ്ങനെ കൊച്ചിനെ കാണിച്ചൊന്നും എന്നെ വശം മുതലാണ് നോക്കണ്ട. ഇല്ല അളിയ ഒന്ന് പിടിക്കളിയാ കൊച്ചിനെ. ഇതാണ്ടത് അളിയ ഒരു പാട്ട് പാടിക്കൊടുത്തു കൊച്ചിനെ. ഒരു പാട്ട് പാടിക്കൊടുക്കും. പിന്നെ അങ്ങനെ പിന്നെ പാട്ടപ്പോ അങ്ങനെ കൊച്ചിനെ ഉറക്കണം. അതിന്റെ ഒന്നും ആവശ്യമൊന്നും എനിക്കില്ല. അളിയ പാടളിയാ. അങ്ങനെ കൊച്ചിനെ കാണിച്ചൊന്നും പിണക്കമൊന്നും മാറ്റാൻ നോക്കല്ലേ. നീ പാടറി. ഇതുപോലെ നമ്മളെ മാളുവിന് അണ്ണ പണ്ടൊരു പാട്ട് പാടിയിട്ടില്ലേ? പിന്നെ ഞാൻ ആ പാട്ട് ഞാൻ പാടിക്കൊടുക്കാൻ പോയി. ഞാൻ ഇത്രയും ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴത്തേന് ആ പാട്ട് ഞാൻ പാടാൻ പോവാ. അണ്ണൻ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴേ അണ്ണനെ കാണാൻ നല്ല ഭംഗിയാ. ഒരു പാട്ട് പാടണം. പിന്നെ ഞാനിപ്പോ ദേഷ്യത്തിരിക്കുമ്പോഴേ പാട്ട് കൊച്ചിന് ഇഷ്ടമാണ്. നോക്കുന്നുണ്ട്. അളിയൊന്ന് പാടിക്കേ. എനിക്കറിയത്തില്ല അതൊന്നും. അതുകൊണ്ടാ അളിയ കയ്യിലെടുത്തിട്ട് കൊച്ചിനെ ഒന്ന് താരാട്ട് പാടിക്കേ. കുന്തളിക്കോ കിടന്നു കുന്തളിക്കോ അങ്ങ്. നോക്ക് അളിയ പതുക്കെ ഒന്ന് പിടിച്ചേ. കണ്ടോ ചിരിക്കുന്നുണ്ടോ കണ്ടോ. എന്റെ ചക്കരപ്പുണ്ടാടിയാ കേട്ടോ. നിന്നെ നോക്കിക്കോ. നിന്നെ ഞാൻ വലുതാകുമ്പോൾ ഞാൻ കാളച്ചന്തയെ കൊണ്ടുപോകും. എന്നിട്ട് കാളമൂത്രത്തിനകത്തിട്ട് പരത്തിക്കാൻ. കാരണം എന്റെ ദേഹത്ത് ഏത് മണമാണോ അത് വേണം. അളിയ കൊച്ചിനൊരു പേരിട്. ഞാൻ ഇന്നലെ കുറച്ച് പേര് അവൻ വിളിച്ചു പറഞ്ഞായിരുന്നു. ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്. അളിയ നോക്കിയേ കൊച്ചിനെ അങ്ങോട്ട് ഈ ലോട്ടറി ടിക്കറ്റിന്റെ പുറത്തൊക്കെ എന്നാ പേര്. അല്ല അത് പേരുണ്ട് അതിനകത്ത്. എടാ ഇവനൊക്കെ തലയ്ക്ക് വെളിവില്ലാത്തവരൊക്കെ. പെട്ടെന്ന് വിളിച്ചപ്പോ നമ്മള് സായന്ത്, കൊള്ളാം, സിന്ദൂർ, സോപാൻ, ന്യൂജനാ, ചിപ്രപ്പട്ടയോ? അതെന്താ ചിപ്രപ്പട്ടയല്ല, സിംഗപ്പട്ട. ഓ ഈ പേരിട്ടാ കൊച്ചു ഉറങ്ങും. സിട്രസിനെന്ന് ഇങ്ങനൊക്കെ പേരിട്ട്. സിട്രസിനാണോ അത്? എടാ ഈ പേരൊന്നും കൊള്ളത്തില്ല. ഇതൊന്നും അല്ല പേര്. ഈ കണച്ചാ കൊടുത്ത പേരൊക്കെ അല്ല എഴുതി വെക്കേണ്ടത്. നല്ല തറവാട്ടി പറഞ്ഞ നല്ല നല്ല അന്തസ്സായിട്ടുള്ള പേര് വേണം. അന്ന് അളിയനൊരു പേര് നമ്മുടെ കുഞ്ഞിനെ എന്റെ കൊച്ചുപോൻ ഇടാൻ പറ്റിയ ഉഗ്രൻ, കിടുക്കൻ, കിളിക്കിട്ടൻ ഒരു പേര് എന്റെ ഇരിപ്പുണ്ട്. എന്നാ പറ. എന്നെ വർഗീസ്. അത് പേര് പ്രശസ്തിയുള്ള നല്ല പേരാ അത്. എന്നാ ഒരു കാര്യം, ഒരു ജോക്ക് അടിച്ചാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടിക്കുന്ന ജോക്കി ഇടുന്നെങ്കിൽ ജോക്കി അങ്ങനത്തെ ആളാണ് ഞാൻ. അപ്പൊ ഞാൻ വേറൊരു കിടക്കം പേര് ഞാൻ ഇവിടെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പേരാണത് ജഗന്നാഥ വർമ്മ. എടാ ഇതൊക്കെ തറവാട്ടി പറഞ്ഞ പേരാണ്. അങ്ങനെയുള്ള പേര് വേണം. ന്യൂ ആയിട്ടുള്ളൊരു പേര് പറഞ്ഞാളി. ന്യൂ ആയിട്ടുള്ള പേരെന്ന് പറയുമ്പോഴത്തേന് അളി എന്നെ കുഞ്ഞിലിടാൻ പറ്റുന്ന പേരെന്തെങ്കിലും ഉണ്ടോ? എനിക്കോ? കൊച്ചിലെ
ഒരു പണി ചെയ്താലോ? ബാലഭാസ്കർ കിടാം. ഭാസ്കരന്റെ കൊച്ചു ബാലഭാസ്കർ. അത് വേണ്ട, അത് വേണ്ട, വേണ്ട. വേണ്ടേ? എന്റെ അച്ഛന്റെ അമ്മയുടെ പേര് ചേർത്തിട്ടല്ലോ. ഏത്? അമ്മയുടെ പേര് മൈഥിലി, അച്ഛൻ രാജൻ. ആദ്യത്തെ 2 പേരും കൂടെ യോജിപ്പിച്ചിട്ടാ പോടാ, നിന്റെ തലയ്ക്കകത്ത് പോണാ. അതൊക്കെ ചുമ്മാ ഇടാ, ആവശ്യമില്ല. ചെറുക്കനെ ആവശ്യമില്ല, വല്ലവരും ഒക്കെ വിളിക്കുമെന്ന് വല്ല. അതൊക്കെ അത് വേണ്ടല്ലേ? ഇവൻ കിടന്ന് കണതാ കുണത്താ ഈ ചെറുക്കനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് വരാൻ പറ്റാ. എന്തുവാ കൊച്ചനെ നിനക്ക്? കൊച്ചന്റെ 28 ഞാൻ അവിടെ അയക്കുമോ ഞാൻ? പിന്നെ പിണക്കമെന്നും പറഞ്ഞു ഇവിടെ വരണ്ടായോ? പിന്നെ അയ്യോ എന്തുവാ ആര് തമിഴ്നാട്ടിൽ നിന്ന് വന്നാലും എത്ര മുതലാളിമാർ വന്നാലും കാളെ 1 രൂപ കുറച്ച് കൊടുക്കണ്ട. 75,000 രൂപ കിട്ടാതെ ഒറ്റ എണ്ണത്തിന് അവിടെ കൊടുക്കണ്ട കേട്ടോ. ഞാനാ പറയുന്നത്. ഇനി അവരെത്ര വില പേശിയാലും കൊടുക്കണ്ട. ഉറപ്പിച്ച് ചേർത്ത് വിറ്റില്ല എന്നുള്ള അവിടെ ആയിക്കട്ടെ. പിന്നല്ലാതെ ഒരു നല്ല കാര്യം. അവനെ അത് വന്നെ ഏൽപ്പിച്ചിട്ട് വന്ന് അവൻ ചുമ്മാ അലമ്പാന്ന് വെച്ചാ എന്റെ അടിക്കണല്ല. ഇത് 2 ദിവസമായിട്ട് നമ്പർ വരുന്നുണ്ടല്ലോ. ഹലോ. ആ അതെ ബിനുവാണ്. ആണോ? അയ്യോ എന്റെ നട്ടല്ലിപ്പം. ശരി ഞാൻ വീട്ടിലുണ്ട് ഇന്നൊരു ചടങ്ങ് നടക്കുക. ഓക്കെ ആർക്കാണ്ട് ഇഷ്ടപ്പെട്ട പേര് പിന്നെന്തുവാ? നമുക്ക് ലോട്ടറി അടിച്ച്. ഞാൻ മിനിഞ്ഞൊരു ലോട്ടറി എടുത്തായിരുന്നു. ആണോ? ആ ലോട്ടറിക്കാരൻ എന്നെ തപ്പി നടക്കായിരുന്നു. നമ്മള് കോൾ അടിച്ചളിയാ. ഫസ്റ്റ് പ്രൈസ് എനിക്ക്. കുഞ്ഞിന്റെ ഭാഗ്യം. അളിയാ ഇനി അളിയ കാള പരിപാടി നടത്തണ്ട കേട്ടോ. കാളയുടെ ഒരു പരിപാടി അളിയും വേണ്ട. വേണ്ടേ സുഭാഷേ? എടാ കൊച്ചനേടാ, അവന്മാര് പോയാടാ, തമിഴന്മാര് പോയാടാ. ഇല്ല കൊടു കിട്ടുന്ന വിലക്ക് കൊടു. കിട്ടുന്ന വിലക്ക് കൊടുറാ. വീട്ടുകളല്ലേ? ഒരു കാര്യം ചെയ്യും, ഒരു 5 എണ്ണം എടുക്കുമ്പോൾ 5 എണ്ണം ഫ്രീ ആയിട്ടാ കൊടു. കയറൂടെ കൊടു, ഫുള്ള് സാധനം കൊടു. കയറ്റി വിടും, ലോറിയെ കയറ്റി കേട്ടാ. ഒന്നും നോക്കണ്ട. നീ ഒരു കാര്യം, ഞാൻ കിട്ടിയ പൈസ എനിക്ക് വേണ്ട കേട്ടോ. നീ ഇന്നാള് പറഞ്ഞില്ലേ എന്തോ പെരപണിയായിട്ട് 8 വെക്കണം. അതെന്റെ ഇനി എനിക്ക് എന്തുവാടാ? നീ പിന്നെ എപ്പോഴും ഇനി പണക്കാരുടെ കൊണ്ടെടുക്കണം വിളിക്കാൻ നിൽക്കും. അല്ല ഓക്കെ. അല്ലെ നമുക്ക് ഇത് എങ്ങനെയാണ്? ബാങ്കിലാണ് കൊണ്ട് കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നു ഏജൻസിനെ അവിടെ ഏൽപ്പിക്കണം അല്ലയോ? അവനിവിടെ വരുമോ? അവനിവിടെ വരുമോ അതോ ഇത് നമ്മളെ ഇരിക്കുന്ന നമ്മൾ അവിടെ കൊണ്ടെടുത്ത് അങ്ങനെയല്ലേ? അത് മതിയല്ലേ? പിന്നെ അതിന്റെ ലോട്ടറി എന്റെ പോക്കറ്റിലുണ്ട്. പെട്ടെന്ന് കാരണം ഈ സമയം പോയി കഴിഞ്ഞാലേ ഇപ്പൊ പോയി 28-ന് മുമ്പേ നമുക്ക് പൈസ മേടിച്ചു വരുകയും ചെയ്യാം. അതാ ഞാൻ ഭാഗ്യം. അതാ ഞാൻ പറഞ്ഞു. എന്തുവാടാ ലോട്ടറി കാണുന്നില്ല? പിന്നെ തല കറങ്ങുന്നുണ്ടോ? അകത്തെങ്ങാനും കാണുമെന്നത്. അല്ലല്ല, ഞാൻ ഈ പോക്കറ്റിൽ ഇട്ടായിരുന്നു എനിക്ക് ഒരു ഓർമ്മ. പോക്കറ്റിൽ ഞാൻ പേര് എഴുതി വെച്ചിട്ട് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ ഞാനാ അയ്യോ ഞാനേ കളഞ്ഞ് എല്ലടാ അതിന്റെ പുറകെ പേരെഴുതി വെച്ചത്. അയ്യോ ഏതെങ്കിലും ഒരു പേരെ കിട്ടാൻ മതിയായിരുന്നേ. അയ്യോ ആവശ്യമല്ല എന്റെ പുറകെ കുത്തി കയറ്റി. ഇനിയിപ്പം തോയ്യോ ഇനിയിപ്പം തോയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ് അയ്യോ എനിക്ക് ഇനിയിപ്പോ ഇനി മോലാളി എന്നൊക്കെ വിളി. ഇനി എന്തിനാ മോലാളി വിളിക്കണേ? അവര് പോയാടാ? അവര് ഫുള്ള് കൊണ്ടുപോയാ? ഒറ്റെണ്ണം ഇല്ലേ? ഒറ്റെണ്ണം നമുക്കൊന്ന് മിച്ചം കിട്ടാൻ ആദ്യമില്ല. ഫ്രീ കൊടുത്തല്ല അല്ലേ? അല്ല കയറുൾപ്പെടെ കൊടുത്താ പൈസ ഇരിപ്പുണ്ടോ? ഓ അപ്പൊ തന്നെ ഓടി വീട്ടിൽ കൊണ്ടുപോകും. ശരി ഓക്കെ. ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ലടാ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും സിറ്റുവേഷൻ ആപ്റ്റാണ് ഞാൻ ഒന്നുകൂടെ അങ്ങ് പറയുക. നീ ഈ പൊട്ടൻ ലോട്ടറി അടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? ആ ലോട്ടറി എന്റെ അളിയൻ ചൊക്കളി പിന്നും ഞാനും കൂടെ വലിച്ചെങ്കീറി. അത്ര ശ്യാമേ, രാജേഷ്, ബിജു അടിപൊളിയാണ്. ഒരു ഉഗ്രം കൈയടി തരികയാണ്. കാരണം വളരെ രസകരമായ സ്കിറ്റ് കളിച്ചു തീർത്തു. അപ്പോൾ എന്തായാലും നമുക്ക് അഭിപ്രായങ്ങളിലേക്ക് പോയാം. ആദ്യം മണിക്കൂട്ടാ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സീനായിരുന്നെങ്കിൽ സെക്കൻഡ് പാർട്ട് അൾട്രാ സീനാക്കി. കാരണം ഗംഭീര എക്സിക്യൂഷൻ. ഇതിലെ തിരക്കഥയായിരുന്നു മികച്ചത്. കാരണം സെക്കൻഡ് പാർട്ട് നിങ്ങൾ കൊണ്ട് ആ ക്ലൈമാക്സിൽ കൊണ്ട് എത്തിച്ചിട്ട് ഏത് കാളകൾക്കും നമുക്ക് മൂക്ക് കയറിടാം. പക്ഷെ കാളഭാസ്കറിൻ്റെ കാശിനോടുള്ള ആർത്തിക്ക് മൂക്ക് കയറിടാൻ ഇവിടെ ആരും തന്നെ ഇല്ല. 3 പേരും
3 പേര് അസലായിട്ട് പെർഫോം ചെയ്തു. ഇതിൽ കാളഭാസ്കരനെ നിങ്ങൾ അങ്ങ് അഴിച്ചു വിട്ടേക്കണം. കാരണം ബാക്കി 2 പേരും അവിടെ നിന്ന് മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, എടുത്തു പറയാനായിട്ടുള്ള മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഓരോന്നായിട്ട് പറഞ്ഞ് ഞാൻ ഇതാക്കാൻ ശ്രമിക്കുന്നില്ല. ടോട്ടാലിറ്റി ഓസം ഓസം ഓസം. ശ്യാമേ, ബിജു, രാജേഷേ, ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കാരണം നല്ല തമാശകളുണ്ടായിരുന്നു. ഈ പറഞ്ഞോട്ട് തന്നെ നേരത്തെ ഒരു എപ്പിസോഡ് വന്നിട്ടുള്ളതാണ് കാളഭാസ്കരൻ്റെ. പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നൊരു പണക്കാരനാവുന്നപ്പോൾ ഈ പറഞ്ഞോട്ട് ആർത്തി പിടിക്കുന്ന ഒരു സ്കിറ്റായിരുന്നു ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിജുവും രാജേഷും തമ്മിലുള്ള സാധനങ്ങളൊക്കെ നന്നായിരുന്നു. കാരണം ആങ്ങളെയും പെങ്ങളുമായിട്ടുള്ള സംസാരം, പിന്നെ കാളഭാസ്കരൻ വന്ന് പിന്നെ പുള്ളിയുടെ കയ്യിലേക്കായി. ആദ്യത്തെ ആ ഡയലോഗൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം ബെല്ലാരി രാജേലി തുടങ്ങിയിട്ട് നമ്മളെ ജോർജ് സാറ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്ന ആ സാധനം ഭയങ്കര രസമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ആ കുഞ്ഞിനോട് അടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പെർഫെക്റ്റ് സാധനമായിരുന്നു കേട്ടോ. എത്ര പ്രശ്നം ഉണ്ടായാലും, എത്ര വെട്ടിക്കൊല്ലാൻ വന്നാൽ നിൽക്കുന്ന ആളായാലും, നമുക്കൊക്കെ ഒരു ചെറിയ മക്കളുണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ധാഷ്ട്യക്കാരനായാലും ഒരു ചെറിയൊരു വലിവുണ്ടാവും. ആ ഒരു വലിവൊക്കെ ഉണ്ടല്ലോ കുണ്ട നടക്കണതൊക്കെ, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉൾക്കൊണ്ട് ഇരിക്കുന്ന ഒരു സംഭവം അയാൾ ദേഷ്യക്കാരനാണ്, ഇത് പുള്ളി തന്നെ മനസ്സിലാക്കണം. പിന്നെ ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ ഞാൻ പാട്ട് പാടല്ലേ പോന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ തന്നെ പറയൂല. അത് നല്ലൊരു ഹ്യൂമറായിരുന്നു. അവസാനം കൊണ്ടുവന്ന് എത്തിച്ച ക്ലൈമാക്സ് സാധാരണ ലോട്ടറി അടിച്ച് പോണ ഒരു സംഭവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്കിറ്റിൽ ഇത് ആപ്റ്റായിരുന്നു, കറക്റ്റ് സാധനം. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു പണമോഹിയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ അവസാനം വന്ന് മമ്മൂക്ക കെട്ടിപ്പിടിക്കുന്ന ചരലിലൊക്കെ കെട്ടിപ്പിടിക്കുന്ന പോലെ ആ ലോട്ടറിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ക്ലൈമാക്സ് വരെ നല്ല ഗംഭീരമായിരുന്നു. അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമാക്കുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ശ്യാമേ, ബിജു, രാജേഷേ, അടിപൊളിയായിരുന്നു കേട്ടോ. തകർത്ത് കളിച്ചു. പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം, നിങ്ങൾ ഈ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനകത്ത് ഓർത്ത് വെക്കുന്ന കുറേ സാധനങ്ങൾ കൊടുക്കും. ഒരെണ്ണം നിങ്ങൾ മാസ്റ്ററായിട്ട് എടുത്തു വെക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ കാശെന്ന് പറയുന്നത് പോലെ ഈ സ്കിറ്റിനകത്ത് വന്നപ്പോൾ ആ കൊച്ചിൻ്റെ പേര് NF വർഗീസ് നീടുക. പിന്നെ അതുപോലെ ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ കൊച്ചിനോട് അടുക്കുമ്പോൾ നമ്മൾ വെച്ച കൊച്ചിനടുത്ത് കൗണ്ടർ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ വെച്ചാൽ പഴയതാണോ, അതായത് കണ്ണ് അച്ഛനെ പോലിരിക്കുന്നു, മൂക്ക് അച്ഛനെ പോലിരിക്കുന്നു, ഇനി വരുമ്പോൾ വന്ന് പറയുമ്പോൾ പഴയ. പക്ഷെ അവിടുന്ന് മാറ്റിയിട്ട് ശ്യാം പറഞ്ഞു എന്നെ പോലെ അല്ലല്ലോ, മീശ നരച്ചല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. നിങ്ങളുടെ പെർഫോമൻസ് ബേസ് നിങ്ങൾ 3 പേരും 6 ടീമുകളാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെയാണ് കളിച്ചു പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്കിത് കൗണ്ടറുകളുടെ ചെറിയ ഉണ്ടായിരുന്നു. കാര്യം നിങ്ങളെന്ന് പ്രതീക്ഷിക്കും, നിങ്ങൾ 3 പേരും നിൽക്കുമ്പോൾ നമുക്കറിയാം തുടക്കം തൊട്ട് നമുക്ക് ചിരിക്കാനേ സമയമുള്ളൂ. പക്ഷേ ഇതിനകത്ത് ചെറിയ മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ ആ കൗണ്ടറുകളുടെ കുറവാണ്. ബാക്കി പെർഫോമൻസ് ബേസ് നിങ്ങൾ 3 പേരും അമേസിങ് ആർട്ടിസ്റ്റാണ്, അടിപൊളിയാണ്. ഇനി നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. മണിക്കൂട്ടാ, ഞാൻ ഒരു 14,000 രൂപ തരികയാണ്. അടിപൊളി പ്രചോദനം. അപ്പോൾ ഞാനും കുറയ്ക്കുന്നില്ല, ഞാനും ഒരു 14,000 രൂപ തരിക. ഈ കാളവർക്കിക്ക് എത്ര കൊടുത്താലും മതിയാവൂലെന്നറിയാം. 28 ആയി. അതെല്ലേ? 14 + 14 28 ആയി. 28 ആയി. ബാക്കി കാളഭാസ്കര ഞാൻ തരാം. ഓക്കെ, ദാ പിടിച്ചോ. ശ്യാമേ, പ്രതീക്ഷിച്ചോ? നമുക്ക് പ്രതീക്ഷ ഉണ്ടാവുമല്ലോ നമ്മൾ സാധനം ചെയ്യുമ്പോൾ. പിന്നെ ഈ പറഞ്ഞ കണക്ക് നേരത്തെ ഈ കൗണ്ടറിന്റെ പോയെന്ന് നമ്മൾ മറ്റേതിനകത്ത് മാക്സിമം പണി അതിനകത്ത് നടത്തി വെച്ചപ്പോൾ അതിന്റെ കുറെ ഏരിയകൾ നമുക്ക് തൊടാൻ പറ്റാത്ത ഏരിയകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്കിറ്റിന് നമുക്ക് മെൻഷൻ ചെയ്യുന്ന രീതി കുറെ സാധനങ്ങൾ ഇതിനകത്ത് ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഔട്ട് ചെയ്യുന്ന കൗണ്ടറുകൾ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം ഈ സിറ്റുവേഷനകത്തുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് ചെയ്തത്. ഈ ക്ലൈമാക്സിന്റെ ഇതെങ്ങനെയാണ്? ക്ലൈമാക്സ് അത് യൂഷ്വൽ ക്ലൈമാക്സ് ആണ്. പക്ഷെ ഇതിലോട്ട് ഇയാളെ കൊണ്ടുവന്നിട്ട് പിന്നെ ആ കാളെ കൊണ്ട് കളഞ്ഞേരെ അത് നിങ്ങൾ 3 പേരും കോൺട്രിബ്യൂഷൻ ആണോ, അല്ലെങ്കിൽ പൈസയാണല്ലോ പുള്ളിക്ക് അൾട്ടിമേറ്റ്? പുള്ളി പൈസ കണ്ടാൽ ഇനി എന്തും ചെയ്യും എന്നുള്ള മൈൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഇത് എങ്ങനെ ഈ സാധനത്തിനെ നശിപ്പിക്കാം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ലോട്ടറി അപ്പോൾ നമുക്ക് വേറെ സാധനത്തിനകത്ത് വെച്ചത് കത്തിക്കാം, അല്ലെങ്കിൽ മറ്റേത്, ഇങ്ങനെ കുറേ ചർച്ചകൾ വന്നാണ്. പിന്നെ അപ്പം നമുക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ഈ ലോട്ടറി ടിക്കറ്റിനെ പുറത്ത് എഴുതുമ്പോൾ ഇനി അവിടെ കിട്ടുമോ, മുൻകൂട്ടി അത് കിട്ടിയാൽ ക്ലൈമാക്സ് മനസ്സിലാക്കി വെക്കുമോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നെ അവസാന സമയത്താണ് നമുക്കിങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മൾ ബസ്സിൽ പോകുമ്പോഴും പെട്ടെന്നൊരു നമ്പർ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എഴുതുമല്ലോ. അങ്ങനെ ഒരു ലോട്ടറി ടിക്കറ്റ് ആണോ എന്താണെന്ന് നോക്കൂല, നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ എഴുതി വെക്കും. അടിപൊളിയായിരുന്നു. ശ്യാമനും രാജേഷിനും ബിജുവിനും ഒരു പ്രത്യേക ഐഡി. ഇനിയും നല്ല സ്കിറ്റുകളായിട്ട് വരിക. താങ്ക് യു സോ മച്ച്. ബിജുക്കുട്ടാ, മണിക്കുട്ടാ, നമ്മുടെ ഈ ഐറ്റം വേറയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സ്കിറ്റുകൾ വാശിയേറിയ മത്സരത്തോടുകൂടി കളിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. നാട്ടിലെ കോമഡിക്കാർ അല്ലേ?
വന്ന് പെർഫോം ചെയ്യുന്ന കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാര്യം എന്നെ ടൈമിംഗ് ആണെന്നറിയോ, ഒരു സാധനം പോലെ റീടേക്ക് ഇല്ലാതെ പൊളിച്ചെടുക്കുന്ന ആൾക്കാർ. അല്ല അത് തന്നെയല്ല, ഇപ്പൊ വന്നവർ എനിക്കൊണ്ട് ഇവര് തമ്മിലൊരു ഒരു വാശിയുണ്ട്. നമുക്ക് എങ്ങനെയും കളിച്ചു പോകണമെന്നല്ല, നമുക്ക് വന്നിട്ട് കളിച്ചിട്ട് റൈറ്റും വാങ്ങിക്കണം, അതുപോലെ ഉഗ്രനായിട്ട് കളിക്കണം. ഇപ്പൊ വന്നാക്കണം വെച്ച് നോക്കുമ്പോൾ ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാവരും. അപ്പൊ അവൻ മലപ്പുറത്തു നിന്ന് നമ്മൾ അങ്ങനെ ഒരു കിടിലൻ ഫാമിലിയെ വിളിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യട്ടെ. തീർച്ചയായും. സൻരാജ്, ഷിജില ആൻഡ് സാദിൽ. ഹലോ, ഇത് ബ്ലഡ് ബാങ്ക് അല്ലേ? അതെ, ബ്ലഡ് ബാങ്ക് ആണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് ബ്ലഡ് കിട്ടുമല്ലോ ഈ ബാങ്കിന്ന്? ഇല്ല, ഇവിടെ ബ്ലഡ് പണയം വെക്കാനേ പറ്റൂ. അല്ല, അപ്പൊ സിസ്റ്റം ഒക്കെ മാറ്റിയാ? എടാ പൊട്ടാ, ബ്ലഡ് ബാങ്കിന്ന് പിന്നെ ബ്ലഡ് അല്ലാതെ ലോൺ കിട്ടുമോ? സോറി, ഞാൻ എന്താ വെച്ചാലേ എന്റെ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നെ എനിക്ക് ഓപ്പോസിറ്റ് ബ്ലഡാ കിട്ടേണ്ടത്. ഓപ്പോസിറ്റ് ബ്ലഡോ? നമ്മളിങ്ങനെ ഈ പൂജ്യം കൂട്ടുന്ന ബ്ലഡ് ഇല്ലേ? എടാ വിദ്യാഭ്യാസ വിദഗ്ധനെ, പോസിറ്റീവ് ബ്ലഡ് എന്നാണോ ഉദ്ദേശിച്ചേ? അതന്നെ. എന്താ അറിയോ, എന്റെ ഭാര്യന്റെ ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ടാണ്. തന്റെ ഭാര്യക്ക് എന്താ അസുഖം? ഭാര്യക്ക് അസുഖമൊന്നുമില്ല, ഓക്ക് കുടിക്കാനാ. തന്റെ ഭാര്യയുടെ പേരെന്താന്ന് പറഞ്ഞേ? ജൂലി. അല്ലാതെ നീലിന്നൊന്നല്ലോ. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട് വെച്ചിട്ട് പോടോ. എന്താ ചെയ്യ, വിളിക്കണോടത്തൊന്നും ഒക്കെ നമുക്ക് തെറി. നമ്മളൊരവസ്ഥ പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലാവൂല. ആ മേപ്പാടം തിരുമേനിയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണമില്ല. എന്നിട്ട് വടി വിഴുങ്ങിയമാരി അവിടെ നിൽക്കാൻ ഇങ്ങോട്ട് വാ. ഇവിടെ ആദ്യം നമ്മളെ സോപ്പ് ഉപയോഗിച്ച് ആ ഭാഗം നല്ല വൃത്തിയായിട്ട് കഴുകണം. എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവാ, പുക്കളുടെ ചുറ്റും ഇഞ്ചക്ഷൻ വെക്ക. എന്ത് കാര്യത്തിന്? നായ കമ്മീന്ന് പറഞ്ഞ്. എടാ നായ കമ്മീന്നല്ല, ഞാൻ അകത്തേക്ക് വന്നോട്ടെ. പൂള്ളി മനക്കൽ ഇന്ദു ചൂടാൻ. കണ്ണി കണ്ട മനക്കലൊക്കെ പോയി പൂന്നുള്ളി നോക്കി ഹിന്ദു എന്നല്ല ഏത് പെണ്ണും ചൂടാവും. അതിന് ഇവിടെ വന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി വരുമ്പോൾ എന്ത് ചെയ്യണം? സ്വന്തം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തണം. എന്താ പേര് അത് പറയും. അപ്പൊ ആദ്യം പറഞ്ഞ കേട്ടിട്ടില്ല. ഒറിജിനൽ പേര് അറിയാം, ഞാൻ കുട്ടിച്ചാൻ. സൈസ് വെച്ച് നോക്കുമ്പോ കുട്ടിച്ചാത്ത നിർണയം നന്നായത്. മേപ്പാടന്റെ ശിഷ്യൻ കുട്ടിച്ച സ്വാമി. കുട്ടിച്ച സ്വാമി. കുട്ടിച്ച പറ്റിച്ച. അയ്യോ, എപ്പോഴാണോ അടിയൻ ആളെ മനസ്സിലായില്ല, ക്ഷമിക്കണം. അത് കുട്ടിച്ച സ്വാമി എന്നുള്ള വിളി ഒന്ന് നിർത്തി, ബ്രോ എന്ന് വിളിച്ചാ മതി. കാരണം ഞാനൊരു ജെൻസി മന്ത്രവാദിയാണല്ലോ. ഈ ജെൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കറണ്ട് പോകുമ്പോ ലൈറ്റ് എത്തിക്കണേ, അത് എമർജൻസി, വെറും ജെൻസി. എനിക്ക് കറക്റ്റ് കിട്ടണില്ല. നിങ്ങൾ അത് കാര്യം തെളിച്ചിട്ട് പറയും, എന്താണ് സംഭവം? മേപ്പാടന്റെ കീഴിൽ അഭ്യസിച്ച മന്ത്രവിദ്യകൾക്ക് പുറമെ മോഡേൺ ടെക്നോളജി കൂടി ഉപയോഗിക്കുന്നവൻ, അതാണ് ജെൻസി മന്ത്രവാദി. ഉദാഹരണത്തിന് താൻ AI എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അയ്യേന്ന് കേട്ടിട്ടുണ്ട്. അത് താൻ ഇവരെ കൊണ്ട് പറയിപ്പിക്കരുത്. 10 കാലേ എനിക്ക് തനി രാവണൻ. എന്താണ് ഇത് ഇവിടെ വന്നാണ്? നിങ്ങൾക്ക് എന്താ അപസ്മാരത്തിന്റെ സൂക്കറുണ്ടാ? അപസ്മാരമൊന്നുമില്ല, അതിന്റെ ഗുരുവിന്റെ ശൈലിയാ. ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ഇല്ലാത്തോണ്ടേ ഞാൻ ഇടയ്ക്ക് ചാമ്പു. അല്ല, അത് പറഞ്ഞപ്പോഴാ മേപ്പാടം തിരുമേനി നേരിട്ട് വരാന്ന് ഇന്നലെ പറഞ്ഞത്. എന്നിട്ട് ആളവിടെ? മേപ്പാടനൊരു ആവാഹനം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു വന്നപ്പോ മൂപ്പരിക്ക് നല്ല ക്ഷീണം. മേപ്പാടന് എന്താ പറ്റിയത്? മേപ്പാടന്റെ മേലാകെ പാടാ. അയ്യോ, അതെങ്ങനെ? ബാധ അടിക്കാൻ കൊണ്ടായ ചൂരിലേറ്റ് ബാധ തിരുമേനിനെ പുറഞ്ചടിച്ച് ഇപ്പൊ മേപ്പാടം എന്നുള്ള ഈ കീപ്പാടനായി. അതെങ്ങനെ? ചന്തിക്കല്ല അടിയിട്ടേ കീഴ മൊത്തം പാടാ. അതൊക്കെ പോട്ടെ, നേരല്ലേ വാ. പേഷ്യന്റിന്റെ പേര്? പേഷ്യന്റിന്റെ പേര് ജൂലി. ജൂലി. നിങ്ങൾ? രാജൻ. രാജൻ. അപ്പൊ ഭർത്താവ്? ഭർത്താവ് ഞാൻ തന്നെ. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ജാരനാണ് നല്ല പറഞ്ഞേ. ജാരൻ നല്ല പറഞ്ഞേ, രാജൻ എന്റെ പേര്, അതും കറക്റ്റ് അടിക്കി. മിസ്റ്റർ രാജൻ, നടന്നത് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞു. 3-4 ദിവസം മുന്നേ ഞാനും എന്റെ ഭാര്യയും കൂടി രാത്രി, നിങ്ങൾ രണ്ടാളും കൂടി രാത്രി ഈ ലോക സിനിമ കാണുന്നു. ഇപ്പൊ OTT-ൽ ഇറങ്ങിയിട്ടല്ലോ. അതേനെ. സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോ ഇവള് മുറിന്ന് പുറത്തിറങ്ങണില്ല. എന്താ? ഇവള് പറയാണ് ദേഹത്ത് സൂര്യപ്രകാശം തട്ടാൻ പാടില്ലാന്ന്. അത് മാത്രല്ല ബ്രോ, ഇവക്ക് കുടിക്കാനുള്ള ചോര ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന്. പേടിക്കണ്ട, പേടി ഒന്നിനും പരിഹാരമല്ല. കേട്ടെടുത്തോളം ഇതൊരു സിനിമാറ്റിക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊരവസ്ഥയാണ്. ശരി, ഉച്ചാടനം വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിജുക്കുട്ടനെ തന്നെ വിളിക്കാം. എന്തിന്? ഉദ്ഘാടനം വേണ്ടി ഉദ്ഘാടനല്ല, ഉച്ചാടനം. അതായത് നമ്മൾ മറ്റേ പല കള്ളി ഇങ്ങനെ കളറുള്ള നക്ഷത്രം, ത്രികോണം, ചതുരൊക്കെ വരച്ചാണ്ട് മറ്റേ 2 സൈഡിൽ പന്ത കുത്തിച്ചാണ്ട്
ഐസ്ക്രീം താടാ. ഐസ്ക്രീം താടാ അതൊക്കെ ഓൾഡ് മോഡൽ. ഞങ്ങൾ ജൻസി മന്ത്രവാദികൾക്ക് കളമില്ല. ഈ വെബ് ക്യാമറയുടെ ഫ്രെയിമിൽ ബാധയിരുത്തും. എന്നിട്ട് ഞങ്ങളുടെ അരിത്തമാറ്റിക് മന്ത്രങ്ങൾ ഉരുവിടും. പിന്നെ ബാധയെ ആവാഹിച്ച് ഈ പെൺഡ്രൈവിൽ തളയ്ക്കും. എന്നിട്ട് സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് റീസൈക്കിൾ ബിന്നിലിട്ട് ഡിസ്പോസ് ചെയ്യും. പിന്നെ ഒന്നും പേടിക്കണം. അത് അടിപൊളി പരിപാടി, എനിക്ക് ഇഷ്ടായി. ഒരു സ്റ്റൂൾ എടുത്ത് അങ്ങോട്ട് ഇടുക. ഒറ്റ മിനിറ്റ് ഇട്ടിരിക്കണു. എന്നിട്ട് തന്റെ ഭാര്യയെ വിളിക്കാന് ആ. ജൂലി. പോയി നോക്കേ. എനിക്കുള്ള ബ്ലഡ് അറേഞ്ച് ചെയ്തോ? ഞാൻ ബ്ലാങ്കിക്ക് വിളിച്ചിട്ടുണ്ട്. എങ്ങോട്ട് വിളിച്ചിട്ട് നീ? എനിക്ക് പേടിയായിട്ട് ഈ അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ബ്ലഡ് ബാങ്കിക്ക് വിളിച്ചിട്ടുണ്ട്. തുറന്നിട്ടത് ആ വാതില് അത് ഇയാളാണ്. ആ അതെ അതെ, അത് ഞാൻ വന്ന് കേറിയപ്പോ തുറന്നിട്ടാ. എനിക്ക് സൺലൈറ്റ് അലർജിയാണ് എന്ന് അറിഞ്ഞൂടെ? നിന്റെ മുരളിക കേൾക്കുമ്പോൾ ബ്രോ ബ്രോ എന്താണ് ബ്രോ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും ഒന്ന് പറയൂ ബ്രോ. അത് കൃഷ്ണമണി പഴയ പൊസിഷൻ കയറട്ടെ, എന്നിട്ട് എന്തേലും പറയാം. ഇതല്പം കൂടി അതിനമാ. അതെ, കടുത്ത പ്രയോഗം തന്നെ വേണ്ടി വരും. ആ സോഫ പോയിരിക്കും. ഇരുന്ന് ഇഞ്ഞെന്താ വേണ്ടേ? തന്റെ ഭാര്യ ഇരുത്താൻ. ജോലി എനിക്ക് ജോലി ആക്കല്ല, ഇവിടെ ഒന്ന് വന്നിരുന്ന ഒന്ന് പാടോ. ഇരുന്നിരിക്കി. ആരാണ് നീ? എന്ത് വർത്താനായി പറഞ്ഞ? അപ്പൊ ഇത്രയും നേരം കൂടെ പറഞ്ഞ എന്താ? ഇതിന്റെ ഭാര്യ ജൂലി. പോടോ, ഞാൻ ബാധയോടെ ചോദിച്ചേ. ആരാണ് നീ? ചന്ദ്ര. എന്താണ് നിനക്ക് വേണ്ടത്? ചോര, പോസിറ്റീവ് ചോര. ഈ ശരീരം വിട്ട് പോവില്ലേ? ഇല്ല, മൂത്തോൻ പറയാതെ ഞാൻ പോവില്ല. ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം രാഘവനെ വിളിക്കാം. അതാരാ? ഞങ്ങളെ മൂത്ത മകൻ ഗൾഫിലാണല്ലോ, ഓൻ പറയാതെ പോവില്ലെന്നല്ലേ പറയണത്. മര്യാദക്ക് സിനിമയും കാണൂല, ക്യാരക്ടർ എന്താണെന്ന് അറിയില്ല. നിന്നെ ആവാഹിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, എനിക്ക് എന്താ പറ്റിയത്? ഞാനിത് എവിടെയായിരുന്നു? ആരാ എനിക്ക് ഞെട്ടിക്കൽ ബിരിയാണി വന്നത്? ഞെട്ടിക്കൽ ബിരിയാണി എന്നല്ല, ജൂലിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങ് വേരോടെ പിഴുത് എന്റെ പെൺഡ്രൈവിലാക്കി. ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത. നന്ദിയുണ്ട് ശ്രീദേവി ചേച്ചിക്കും സണ്ണിക്കും നകുലേട്ടനും ഒക്കെ. അതൊക്കെ ആരാ? അയ്യോ, അതാ ഫ്ലോലിങ്ങോട്ട് വന്നത്, അത് കാര്യാക്കണ്ട. നോക്കടാ, ഈ ജൂലിയെ തിരിച്ചു തരാന്നാ ഞാൻ പറഞ്ഞേ. അയ്യോ പിടിച്ചോ. എന്നെ പോലെ 389 സഹോദരന്മാർ എനിക്കുണ്ടെന്ന് പറഞ്ഞാ താൻ വിശ്വസിക്കും? എന്തൊക്കെയായി പറയണത്? സത്യം പറയടോ, ഹിറ്റ്ലർ തട്ടിയത് താനല്ലേ? ഞാനോ? എപ്പോ? എൻ്റെ ഒരു ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആളെ എന്നെ പോലെ അത്ര ഫണ്ണല്ല, ഇച്ചിരി വയലന്റാ. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഞാൻ തന്നെ വിളിക്കും. ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഞാൻ വിളിച്ചാ താൻ വരില്ലേ? ഞാനൊന്നും വരില്ല. താൻ വരും, ഇല്ലെങ്കിൽ ചാത്തന്മാർ തന്നെ കൊണ്ടുവരും. അയ്യോ സാനേട്ടങ്ങൾ എന്തൊക്കെയാ പറയണേ? ഈ ഡയലോഗ് ഒന്നല്ല നമ്മളെ ക്ലൈമാക്സ് ഡയലോഗ്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അച്ഛൻ സെക്കൻഡ് പാർട്ടിൽ ഒരു ലീഡ് ഇട്ട് വെച്ചതാ, ഒരു പ്രാവശ്യം കൂടി ഈ ഫ്ലോറിക്ക് വരാനേ. നാട്ടിലെ കോമഡിക്കാർ പൊളിച്ചടിക്കും കേട്ടോ, അടിപൊളി. സൂപ്പർ. ആദ്യം നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം അല്ലേ? പിന്നെ ഇദ്ദേഹത്തിന്റെ പേര്? എൻ്റെ പേര് സൻരാജ് എന്നാണ്. സൻരാജ്. എവിടെയാണ് സ്ഥലം? ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. വട്ടപ്പൊന്ത എന്നാണ് ഞങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര്. എന്താണ് ചെയ്യണത്? ഞാൻ KSRTC മെക്കാനിക്കാണ്. ആ അത് ശരി. ഓ, വർക്ക്ഷോപ്പിൽ തന്നെ അല്ലേ? അതെ, നമ്മളെ എടപ്പാളാണ് വർക്ക്ഷോപ്പ്. അത് ശരി. റീജിയണൽ വർക്ക്ഷോപ്പ് എടപ്പാള്, അവിടെ മെക്കാനിക്കാണ്. ഓക്കെ. കല്യാണം കഴിച്ചാണോ? അതല്ല, ഒരു പ്രാവശ്യം നമുക്കറിയേണ്ട കാര്യം അതാണ്. കല്യാണം കഴിച്ചാണോ? ഒരു പ്രാവശ്യം കഴിച്ചു. ഇദ്ദേഹത്താണ് കല്യാണം കഴിച്ചാണത്? ഇതിന്റെ അപ്പുറത്തുള്ളതന്നെ. ഓക്കെ. അപ്പൊ ഇത് ഞാൻ ഭർത്താവ്, അതിന്റെ ഭാര്യ, ഇതിന്റെ മൂത്ത.
ഒരാൾ കൂടി ഉണ്ട് അതിനെ അവിടെ നിർത്തിക്കുക വരുന്നുണ്ടല്ലോ ചിട്ട്. ഗംഭീരമായിരുന്നല്ലോ, ഗംഭീരമായിരുന്നു. Thanks. അപ്പൊ ഈ മോന്റെ പേരെന്താണ്? സതുൽരാജ്. സതുൽരാജ് എത്രാം ക്ലാസ്സിൽ പഠിക്കണം? 7. ഏത് സ്കൂളിലാണ് പഠിക്കണത്? എടക്കാപറമ്പ് AMHM UPS. ഇനി അമ്മയുടെ പേര്? എന്റെ പേര് ഷിജില രാജ്. ഷിജില രാജ്. ഷിജില രാജ് എന്ത് ചെയ്യണം? ഞാൻ നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ വട്ടപ്പൊന്തയിലുള്ള സ്നേഹാലയ അഭയമന്ദിരം എന്നുള്ള സ്ഥാപനത്തിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ നൽകിയ ഒരു പ്രചോദനം, ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ഇത് സത്യം പറഞ്ഞിട്ട് ഈ ഫ്ലവേഴ്സിന്റെ ഒരു ഫ്ലോറിൽ വരിക എന്നുള്ളത് കുറെ മുന്നുള്ള ഒരു ആഗ്രഹം. നമ്മൾ ഈ കോമഡി ഉത്സവത്തിന്റെ ഒക്കെ ഫസ്റ്റ് സീസൺ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് മുതലേ ഞാൻ അങ്ങനെ ഓഡീഷനൊക്കെ പോയി. പക്ഷെ അന്നൊന്നും സെലക്ഷൻ കിട്ടിയിട്ടൊന്നുമില്ല. അന്ന് കഴിവുള്ള ആൾക്കാർ മാത്രമേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ റിട്ടേൺ പോകുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ കാത്തു നിൽക്കുന്നത് എപ്പോഴാണ് ഇത് ഓഡീഷൻ വരുന്നത് എന്നുള്ള. അപ്പൊ ഫസ്റ്റ് ഒരു ഓഡീഷൻ അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് അന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ രണ്ടാമത്തെ ഓഡീഷൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടു. ഞങ്ങളത് സെറ്റാക്കിയിട്ട് നേരെ ചെന്നു. അങ്ങനെ അപ്പൊ അതായത് ഈ ഫ്ലോറിൽ വരണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. ഇവിടെ ഞങ്ങള് ഫസ്റ്റ് ആണ്. നാട്ടിലൊക്കെ പറഞ്ഞിട്ടല്ലേ വന്നാണ് എല്ലാവരോടും? എന്താ അങ്ങനെ പറയണേ? അല്ല, ഞങ്ങള് പോണെന്ന് പറയൂലേ? നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒന്നുമില്ലേ? അങ്ങനെ അതാ ചോദിച്ചത്. അപ്പൊ നാട്ടിലെ ആള് കൂട്ടുകാരന്മാരോടും നാട്ടിലെ നമ്മുടെ സൗഹൃദക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ഞെട്ടും. കാരണം പെർഫോമൻസ് ഉഗ്രനായിരുന്നു നിങ്ങളാ. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഒന്ന് ഞെട്ടട്ടെ. നമ്മൾ ഈ ലോക എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മലയാള സിനിമയിൽ എന്താ പറഞ്ഞ അടിവര ഇട്ട് വെക്കേണ്ട ഒരു സിനിമയാണത്, അല്ലേ? ശരിയല്ലേ അത്? അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സ്കിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വരുന്ന നാട്ടിലെ കോമഡിക്കാരിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അത് തന്നെ നിങ്ങളുടെ വിജയമാണ്. എനിക്ക് മോനെ, നീ ഒരു ഭാവിയുള്ളവനാണ് കേട്ടോ. ഉഗ്രനായിരുന്നു നീ. ഇപ്പൊ തന്നെ കളിച്ചിട്ട് നീ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇതൊന്ന് പരിചിതമാകുമ്പോൾ നീ, എനിക്ക് തോന്നണ ഇവിടെ എങ്ങും നിൽക്കേണ്ട ആർട്ടിസ്റ്റ് അല്ല കേട്ടോ. നല്ല ഗംഭീരമാണ് നിന്റെ പെർഫോമൻസ് മോൻ്റെ, ഗംഭീരമായിട്ടുണ്ട്. കാരണം ഒരു ആക്ടിവിറ്റി സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയലോഗിൽ നമ്മൾ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി ചെയ്യാൻ മറന്നു പോകും. നീ എല്ലാം ചെയ്യുന്നുണ്ട്. അത് ആദ്യത്തെ വരവല്ലേ, അതിനൊരു ഉഗ്രം കൈയടി കൊടുക്കണം കേട്ടോ. പിന്നെ അമ്മ രസമായിട്ടുണ്ട്. എനിക്ക് തോന്നണ ഈ കിളിയ പാട്ടൊക്കെ പാടി വന്നപ്പോഴേക്കും നമുക്ക് ആ സിനിമയുടെ കറക്റ്റ് ഒരു ലെവലൊക്കെ കിട്ടിയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിലാണ്. കാരണം ഇങ്ങനത്തെ നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഈ വരുന്ന സമയത്ത് ഇതിലും ഗംഭീരമായിട്ട് തമാശകളൊക്കെ നിറച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾ ഇവിടുത്തെ സ്ഥിരമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ ഒരു ഗ്രൂപ്പായിട്ട് മാറും. എന്തായാലും അത് ഉറപ്പാണത്. ബാക്കി ഇവരൊക്കെ പറയാനുണ്ട്. അസ്സലായി, വേറെ കൂടുതലൊന്നും പറയില്ല. അസ്സലായിട്ടുണ്ടായിരുന്നു. താങ്ക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. മോനെ, എടാ, എന്തൊരു നാച്ചുറൽ ആയിട്ടാണ് നീ ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചത്. നാച്ചുറലായിട്ട്. അച്ഛൻ്റെ ഒരു ആക്ടിങ്ങിൽ ഒരു കുറച്ചൊരു ഇത് വരും, ഡ്രമാറ്റിക് സാധനം, അത് വന്നേ പറ്റത്തുള്ളൂ. ഇത് നിലനിർത്തേണ്ടതിന്. അമ്മ വരുമ്പോൾ കുറച്ച് നാച്ചുറലാവും. ഇതിന് രണ്ടിനെയും ബ്രിഡ്ജ് ചെയ്യുന്നു, ഇതിന് രണ്ടിനെയും ഇങ്ങനെ സന്തുലിത അവസ്ഥയെ കൊണ്ടുപോകുന്ന ഒരു മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു മോൻ്റെത്. ഒരുപാട് മുഹൂർത്തങ്ങൾ, നല്ല നല്ല മുഹൂർത്തങ്ങൾ നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ചിരിക്കാനായി ഞങ്ങൾക്ക് തന്നു. ഇതിൽ ചെറിയ സാധനമാണ്, പക്ഷെ അത് കൊള്ളായിരുന്നു. ജെൻസിയുടെ കാര്യം അത് എമർജൻസി അത് വേറെ, ഇത് ജെൻസി. അങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഹ്യൂമർ ഉണ്ടായിരുന്നു. പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന ഹ്യൂമർ ഉണ്ടായിരുന്നു. പിന്നെ സാൻരാജ് ഭായ്, നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതായത് ഈ ചാത്തനായി മാറുന്ന, അതായത് ഇതുവരെ ആ പെർഫോമൻസ് വന്നപ്പോൾ ഭയങ്കര നാച്ചുറലോ, അത് ഭയങ്കര ഒരു തന്മയത്വത്തോടുകൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നു. അത് ഗംഭീരമായിരുന്നു. പിന്നെ അമ്മ, അത് എത്ര പേർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല. ആ ഹ്യൂമർ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഇവിടെ ആരെയും ഞെട്ടിക്കൽ ബിരിയാണി കൊണ്ടുവന്നു. അത് ബ്രില്യൻ്റ് എക്സിക്യൂഷൻ ആയിരുന്നു. 3 പേരും അസ്സലായി ചെയ്തു. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. താങ്ക് യു. ഇനിയും വരണം. തീർച്ചയായിട്ടും താങ്ക്സ്. സൻരാജ്, ഷിജില ആൻഡ് സാദുൽ, സത്യം പറയാം, നിങ്ങൾ 3 പേരും ഒരു ഫാമിലി ആണെന്നുള്ളത് ഇപ്പോൾ ബിജുക്കുട്ടൻ ചോദിച്ചതിന് ശേഷമാണ്, നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയില്ല. ഉഗ്രം പെർഫോമൻസ്. കാര്യം ഫാമിലി ഇത്രയും ജോയിൻ ചെയ്ത്, ഇത്രയും കണക്ട് ചെയ്ത്, സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ചമ്മലുകൾ വരാം. ഈ 3 പേർക്ക് ഒരു ചമ്മലും ഇല്ലാതെ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ 3 പേരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. അതാണ് ഏറ്റവും വലിയ. പിന്നെ അച്ഛനും മോനൂടെ ആദ്യത്തെ കോമ്പിനേഷനിൽ തിരിഞ്ഞില്ല, ഡൈവ് തിരിഞ്ഞു വന്ന് താഴെ ഇറക്കണം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ടൈമിംഗ് എന്ന് പറയും. 3 പേരും അസാധ്യ ടൈമിംഗ് ആണ്. അവനാ കീപാഡൊക്കെ എടുത്ത് വെച്ച് മറ്റേ സാധനങ്ങളൊക്കെ ചെയ്ത് എന്തൊരു ഉഗ്രം ടൈമിംഗ് ആണ്. അത് ഉഗ്രം കൈഡിയാണ്. നീയൊരു അസാധ്യ പെർഫോമറാണ് കേട്ടോ. ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞ പരിപാടിയിൽ നാട്ടിലെ കോമഡിക്കാരെന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന ആൾക്കാർ ഒന്നിനൊന്നും മെച്ചമാണ്. ഇപ്രാവശ്യം ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ 3 പേരും വന്ന് നമുക്ക് മനസ്സ് നിറഞ്ഞ് നിങ്ങൾ കളിച്ചു എന്നുള്ളതാണ്. ഞെട്ടിക്കൽ ബിരിയാണി അത് കേട്ടോ, അടിപൊളിയാണ് ഞെട്ടിക്കൽ ബിരിയാണി കേട്ടോ. എന്തായാലും അടുത്ത സ്കിറ്റും ഇതുപോലെ തന്നെ മനോഹരമായി കളിക്കാൻ നിങ്ങൾക്ക് നല്ല സ്കിറ്റുകൾ കിട്ടട്ടെ. അപ്പം ഇനി നിങ്ങളുടെ മാർക്കിലേക്ക് കിടക്കാം. ആദ്യം മണിക്കൂട്ടാ, ഞാൻ ഒരു 14,000 രൂപ തരെയാണ്. ഓക്കെ. അപ്പം ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 14,000 രൂപ തരാം.
ഇപ്പൊ ടോട്ടൽ എത്രയായി? അപ്പോൾ 28,000 ആയി. ഓക്കെ 28,000 രൂപയായി. ഇനി പറഞ്ഞ പോലെ ബിജുക്കുട്ടാ, ഓക്കെ. ഇനി മിക്കവാറും അച്ഛന്റെ ബാധ മാറ്റേണ്ടി വരും അല്ലേ? അമ്മക്ക് ബാധം ഇല്ല ഇപ്പൊ. എന്തായാലും കുറച്ച് പൈസ വേണ്ടി വരും. ബാക്കി ഞാൻ സെറ്റ് ചെയ്താക്കാം. ദാ പിടിച്ചോ. ഇനി ഞാൻ ബിജുക്കുട്ടൻ ജോലി ചോദിക്കാം, നാട്ടിൽ പറഞ്ഞിട്ടാണോ വന്നേ? ആണോ? അതെ. ഇനിയിപ്പോ തിരിച്ചു ചെല്ലുമ്പോ എല്ലാരും ചെലവായിരിക്കും. അല്ല ഇപ്പൊ എന്താണ് തോന്നണത്? വലിയ സന്തോഷം. കാരണം പൈസ എന്നുള്ളതല്ല, നമ്മൾ ഈ ഒരു ഫ്ലോറാണ്. ആ ഒരു സ്വപ്നം നമുക്ക് ഇതുവരെ കിട്ടാത്തൊരു സാധനം ഇത്. അപ്പൊ ഇവിടെ വരാൻ പറ്റിയ സന്തോഷം, ഈ ഒരു റേഞ്ചിക്ക് കളിക്കാൻ പറ്റിയതിൽ അതിനേക്കാൾ സന്തോഷം. അതെ. എല്ലാവരോടും നന്ദി. ഷിജില പറയൂ. ഭയങ്കര സന്തോഷം, ഇങ്ങനെ ഫാമിലി ആയിട്ട് ഇങ്ങനെ കളിക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. പിന്നെ ഈ ഫ്ലോറിൽ വരാൻ പറ്റിയതിൽ ഭയങ്കരമായിട്ട് സന്തോഷം. നമുക്ക് ഇത്രയും സപ്പോർട്ട് തരുന്ന ഹസ്ബൻഡ് ആണോ അതോ ഹസ്ബൻഡാണ്? നമ്മുടെ റിലേഷൻസ് ഇപ്പം നമുക്കൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അറിയാം അവിടെ അമ്മായിയമ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സപ്പോർട്ട് ചെയ്യുന്നു. അതോ എന്താണ് നാത്തൂൻ പോരുണ്ടോ? എന്താണ് വീട്ടിലെ സിറ്റുവേഷൻസ്? അമ്മായിമ്മയും നാത്തൂനൊക്കെ ഭയങ്കരമായിട്ട് എന്റെ സ്വന്തം എന്താ പറയാ അമ്മ പോലെയുടെ അമ്മ, നാത്തൂനും അതേപോലെ എന്റെ സഹോദരി, എല്ലാരും ഫാമിലി മൊത്തം. ഞാൻ ഭയങ്കര വീട്ടില് ധൈര്യമായിട്ട് കയറാം. ഒരുമയോടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റൂല. അത് അങ്ങനെയാണ് അത് അല്ലെ? അതിലെ ഇനി അവന് പറയാം, അവന് സീരിയസ് ആയിട്ട് നിൽക്കുക. എന്താ നീ ഇത്ര സീരിയസ്? ഈ 55,000 രൂപ നിനക്ക് വേണോ? സീരിയസ് ആയിട്ട് നിൽക്കുന്നത്? സീരിയസ് ഒന്നുമില്ലല്ലോ. പറ, ഇത് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാനെ കുറിച്ച് എന്താണ് അഭിപ്രായം സാധുലിന്റെ? സന്തോഷം, നല്ല സന്തോഷം. ഇനിയിപ്പോ PTA മീറ്റിംഗ് ജാടയ്ക്ക് പോകാൻ അല്ലേടാ? ഉള്ള സ്റ്റാർ ആകുമ്പോലെ ഇനി എടുത്തു പറയേണ്ട കാര്യം, ഭായ് എൻ്റെ ഫാദറും KSRTCയിൽ റിട്ടയർ ആയ KSRTCയിലായിരുന്നു. തീർച്ചയായിട്ടും അറിയാം, ഈ അവിടെ നിന്ന് നമ്മുടെ ശമ്പളം അത് നമുക്കറിയാം. ഇതിനെ എങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്. കുടുംബം രണ്ടറ്റം എത്തിക്കാൻ പാടുപെടുക എന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഒരു കഴിവ്, മോനും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു കഴിവ് പോളിഷ് ചെയ്യാൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ കറക്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള മനസ്സുള്ള ഒരുപാട് പേർക്ക് നിങ്ങളെപ്പോലുള്ളവരൊരു പ്രചോദനമാവട്ടെ, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ തയ്യാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സൻരാജ്, ഷിജുല ആൻഡ് സാദുൽ 3 പേർക്കും നിറഞ്ഞ ഒരു കൈയടി. താങ്ക് യു സോ മച്ച്. വീണ്ടും വരിക. അപ്പൊ ബിജുക്കുട്ടാ, മണിക്കുട്ടാ, അടുത്തതായി നമുക്ക് ക്ഷണിക്കാൻ പോകുന്നത് സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരാളെയാണ്. അതാരാണ്? ഒരു മിമിക്രി കലാകാരനാണ്. നമുക്കെല്ലാം അറിയാവുന്ന, പ്രിയപ്പെട്ട ഒരുപാട് പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കലാകാരനാണ്. സാധാരണ നമുക്ക് മിമിക്രി കലാകാരന്മാർക്ക് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. ആ സിനിമ പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ അത് തമിഴിൽ ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വന്നതിന് ശേഷം വിശദമായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കലാകാരനെ ഹാർദമായി സ്വാഗതം ചെയ്യാം. വെൽക്കം ഫിറോസ്. ഫിറോസ്, നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഇപ്പൊ ഇന്ന് ജീവയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 പേരും കാണുന്നത് ബാക്കിയുള്ള പരിപാടികളൊക്കെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതും ചാറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും എല്ലാം നമ്മൾ തന്നെയാണ്. അല്ലെങ്കിൽ നല്ല ജീവനുണ്ടെന്നാലും ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും പെർഫോമൻസ് ചെയ്യുമ്പോൾ അതിനകത്ത് ജീവൻ കുറയരുത്. അതെ. അല്ല, റോസിനെ കണ്ടിട്ട് കുറെ നാളായിട്ടാ. 3-3.5 വർഷത്തോളം അന്തർമുഖനായിരുന്നു. അപ്പൊ ഈ പറഞ്ഞുവിട്ട് പെർഫോമൻസിൽ ജീവൻ കളയാതിരുന്ന മതി. അതുണ്ടാവില്ല, നമുക്കറിയാം. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, ഇഷ്ടംമാരെ കണ്ടിട്ടുണ്ട്. ഫിറോസ് ഭായ് ഇതൊരു 3 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ഇഷ്ടമാണ് വരുന്നത് അല്ലേ? ഞാനും മുന്നേ കണ്ടിട്ടുണ്ട് ഫിറോസ് ഭായ്. എന്താ ഈ 3 വർഷം എവിടെയായിരുന്നു? ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നടക്കുക? അതെ. ഞാൻ ആർട്ടിസ്റ്റായിട്ടാണ് നമ്മുടെ മിമിക്രിയിലും ടെലിവിഷനിലും ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ അണിയറ പ്രവർത്തകനായിട്ട് മാറി, കണ്ടന്റ് മേക്കിംഗ്, ഗ്രൂമിങ്ങും ഒക്കെ ആയിട്ട് മാറി. ഒരു തമിഴ് സിനിമ നിർമ്മിച്ച് അങ്കമ്മാൾ എന്ന് പറയുന്ന ഒരു ഉഗ്രൻ സിനിമ, ഒരു ഉഗ്രൻ കൈഡ് കൊടുക്കണം. കാര്യം അത് എഴുതിയിരിക്കുന്നത് പെരുമാൾ മുരുകനാണ്. അതെ. പെരുമാൾ മുരുകൻ സാറിന്റെ കഥയാണ് സ്ക്രിപ്റ്റ് ആക്കിയിരിക്കുന്നത് നമ്മുടെ ബിപിൻ രാധാകൃഷ്ണൻ ഡയറക്ടർ തന്നെയാണ്. ഓക്കെ. പെരുമാൾ മുരുകന്റെ കോടിത്തുണി എന്ന് പറയുന്ന ഒരു 1997 പുറത്തിറങ്ങിയ ഒരു ചെറുകഥ ഉണ്ടായിരുന്നു. ഓക്കെ. ആ ഒരു 4 പേജുള്ള ചെറുകഥയാണ്. അതിന്റെ ഒരു കോർ ഐഡിയ ആണ് നമ്മുടെ പടമായിട്ട് വളർന്നിരിക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അറിയാലോ, ഒരു പടം തിയേറ്റർ, തമിഴ്നാട്ടിലെ തിയേറ്ററിലും ഇവിടുത്തെ തിയേറ്ററിലും വന്നപ്പോൾ OTTയിലും ഉണ്ട്. നമ്മുടെ മാമി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലായിരുന്നു പടം ആദ്യമായിട്ട് പ്രീമിയർ ചെയ്തത്. IFFK ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ന്യൂയോർക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, മെൽബൺ ഫെസ്റ്റിവൽ. കഥ ഇപ്പം നമുക്ക് ഈ പറയും പോലെ പെരുമാൾ മുരുകൻ സാറിൻ്റെ ഒരു സബ്ജക്റ്റ് നമ്മൾ എടുക്കുക എന്ന് പറയുന്നത്, ആ തമിഴിൽ എടുക്കാൻ കാര്യം തന്നെ ആ ഒരു നേറ്റിവിറ്റി, ആ ഒരു ഇതിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിപ്പോൾ ഈ പറയുന്ന പോലെ അതിലെ മെയിൻ ആക്ട്രസും അതുപോലെ ലീഡിങ് ആക്ടർ, അവർ രണ്ടുപേരും അവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ്. ചെറിയൊരു പ്രൊഡക്ഷൻ ടീം അല്ല, വലിയൊരു പ്രൊഡ്യൂസർ ചെയ്യുന്ന ഒരു സംഭവമാണ് ചെയ്തേക്കുന്നത്. ആ ഫസ്റ്റിലെ അങ്ങനെ ഒരു ഇത്രയും വലിയ പ്രൊഡക്ഷൻ സ്റ്റെപ്പ് വയ്ക്കാനായിട്ടുള്ള ധൈര്യം കാണിച്ചതിന് ഒരു സ്പെഷ്യൽ കൈയടി തന്നെ. അത് തന്നെയല്ല, നമ്മൾ മിമിക്രിക്കാരൊക്കെ ഒരു സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം അഭിനയിക്കാനാ നോക്കുള്ളൂ അല്ലേ? ഞാൻ ഒരുപാട് അഭിനയിക്കാൻ വേണ്ടി ചാൻസ് വെച്ച് നടന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്തൊന്നും കൈ വെക്കാതെ നല്ലൊരു സിനിമ നമുക്ക് ഇറക്കണം.
ആ ഒരു പ്ലാൻ എനിക്കിപ്പോൾ ഈ ട്രെയിലർ കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായി. എന്തായാലും അത് കയ്യടി തരേണ്ട ഒരു കാര്യമാണ് ഫിറോസിന് എന്തായാലും. ഫിറോസെ സ്പെഷ്യൽ ക്യാമറ അടിപൊളിയായിട്ടല്ലേ? അഞ്ജയ് തന്നെ. അല്ല, ഞാൻ പറയായിരുന്നു മറ്റൊരു producer, നമ്മുടെ ഇവിടെ റിലീസായല്ലോ അല്ലേ? നമ്മുടെ ഇവിടെ റിലീസായി അത് കഴിഞ്ഞ OTT എത്തി. അടിപൊളി. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ലൈഫ് വെച്ചിട്ടാണ്. അല്ല, തീർച്ചയായിട്ടും ഫിറോസെ അതൊരു വലിയ എന്താ പറയുക, ഭയങ്കര നേട്ടമാണ്. കാരണം നമ്മുടെ പാഷന് കുറേ 3 വർഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിന്റെ പുറകെ നടന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. അതിന് ഫിറോസെ നമിച്ചിരിക്കുന്നു കേട്ടോ. താങ്ക് യു കേട്ടോ. അപ്പോൾ ഫിറോസെ, ഇനി നമുക്ക് ഫിറോസിന്റെ കലയിലേക്ക് പോവാം. നമുക്ക് ആ 3 വർഷം മാറുന്ന എല്ലാം കൂടെ. അതെ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ചേട്ടാ. കാര്യം എന്നാലും നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് ആഗ്രഹമാണ് എന്നാലും സ്റ്റേജിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ ചെയ്യണമെന്നുള്ളത്. പക്ഷേ നമ്മൾ ഒരു ഗ്യാപ്പുണ്ട്. തമിഴ് നാട്ടിലൊക്കെ പോയിട്ട് വന്നേ. തമിഴ് നടന്മാരുടെ പലരും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴും നമ്മൾ പണ്ട് മുതലേ അറിയാവുന്ന കാര്യം, ഈ ഹീറോയിസം കാണിക്കാൻ 3 രീതി ലുക്കും തലയും പിടിക്കുന്ന കാറ്റഗറി നടന്മാരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അങ്കമാൾ എല്ലാവരും കാണാൻ പറയണമെങ്കിൽ ഒരു തന്ത്രം ഉപയോഗിച്ച് അവരെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ അല്ല, അങ്ങനല്ല, ഞാൻ അനുകരിക്കുകയല്ല, അവരുടെ ശൈലി പറയുകയാണ്. ഈ കമലഹാസൻ സാറൊക്കെ താത്തു വെച്ച് അങ്കമാളി എല്ലാവരും വന്ന് കാണണം ഒന്നും പറഞ്ഞിട്ട് പറയും. വിജയ് സാർ ഇതുപോലെ അങ്കമാൾ ഒന്ന് പാരുങ്ക പറഞ്ഞിട്ട് പറയാം. കുറച്ചുകൂടെ തല ഉയർത്തിപ്പിടിക്കുന്നത് രജനി സാറെ. തല ഉയർത്തിപ്പിടിക്കുന്ന കാറ്റഗറിയിലെ ബോഡി ഇങ്ങനെ വെച്ചോണ്ട് എന്നാ അങ്കമ്മ വന്ന് പാരുങ്ക. ഞാൻ രജനി സാറിന്റെ ഒരു പഴയ യന്ത്രൻ അതിലെ ഡയലോഗ്, പുള്ളിയുടെ ഒരു ഡബിങ് സാധനം പറയും. ഓക്കെ. இந்த ரூமுக்கு மேல சாப்பாடு கொண்டு கொடுத்துருக்கு. 10 நிமிஷம் கேமரா வேலை செய்யல. 1 தேதி மரம் மாற்றம், கரண்ட் கட்டு, ஜெனரேட்டர் தண்ணி. வசீகரங்க தாயிருக்கா. അടിപൊളി അടിപൊളി അടിപൊളി. പൊളിച്ചു ഫിറോസെ. താങ്ക് യു. ഞങ്ങള് ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നു. അതെ 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 അതെ. എല്ലാ ആശംസകളും. കാര്യം നമുക്കൊക്കെ അഭിമാനമുണ്ട്, മിമിക്രി വേദിയിൽ നിന്ന് വന്ന ഒരാൾ ഒരു 3 വർഷക്കാലം അദ്ദേഹത്തിന്റെ പാഷന് വേണ്ടി പുറകെ നടന്ന് എല്ലാം മാറ്റിവെച്ചൊരു നല്ല സിനിമ അതെ അതെ തമിഴ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തു. അതും ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ വെച്ച് ആ സാധനം പ്രസന്റ് ചെയ്തു. അത് തന്നെ വലിയൊരു നേട്ടമാണ്. അതിലുപരി ഇന്ന് ഈ വേദിയിൽ വന്ന് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാർസിനെ പെർഫോം ചെയ്തതിനും ഞങ്ങളുടെ വകയായി, ഐറ്റം വേറയുടെ വകയായി ഒരു വലിയ കൈയടി ഞങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. ഫിറോസേ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസം വരുന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇത്ര നല്ലൊരു സിനിമ അത് തമിഴിൽ പോയി പ്രൊഡ്യൂസ് ചെയ്തല്ലോ. അത് ഇനി തമിഴിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് നല്ല അഭിപ്രായമുള്ള ഒരു കലാമൂല്യമുള്ള സിനിമയാണ്. ഏതായാലും മലയാളത്തിൽ OTT വന്നിട്ടുണ്ടല്ലേ? ആമസോണും ഉണ്ട്, സൺനെക്സ്റ്റ് ഉണ്ട്. അടിപൊളി അടിപൊളി. അപ്പം എല്ലാവരും അത് കണ്ടോളും. അപ്പോൾ ഏതായാലും മലയാളത്തിലും അത് സൂപ്പർ ഹിറ്റായിട്ട് മാറട്ടെ. അപ്പം നമ്മുടെയും കൂടി ഒരു അഭിമാനമാണ് അത്. കാരണം നമ്മുടെ ഒരു കൂട്ടുകാരനല്ലേ പ്രൊഡ്യൂസ് ചെയ്തേക്കണം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഫിറോസ്, അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പടം കാണാത്തവർ OTT കാണുക. ആമസോണൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അറിയാൻ പറ്റും ആ പടത്തിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാം. അതെ അതെ അതെ. ഓക്കെ ഫിറോസ്, താങ്ക് യു സോ മച്ച്. അപ്പം ബിജുക്കുട്ടാ, മണിക്കുട്ടാ, നമുക്ക് സമയം കറക്റ്റായി കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാൻ ഗംഭീരല്ലായിരുന്നു. നമ്മൾ പൊളിച്ചു. കില്ലിക്കട്ടനായിരുന്നു. അതെ അതെ, സിൽവറും ഗോൾഡും ഒക്കെ ഇനി വരാൻ പോകുന്നുള്ള അടുത്ത വീണ്ടും അല്ലേ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഒരു പുതിയ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ഗുഡ് നൈറ്റ്.